രവിചന്ദ്രൻ്റെ ഈ ഗസയെ പറ്റിയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും മുസ്ലിങ്ങളോട് എനിക്ക് സ്നേഹം തോന്നി. ഞാൻ ഇസ്ലാമിലോട്ട് തിരിച്ചു പോവുകയാണ്. കാരണം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പം ഞാൻ മുഹമ്മദ് നബി കൊള്ളക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ പ്രകോപിപ്പിച്ചതല്ലേ. വെറുതെ ഇരിക്കുന്ന പാവങ്ങളായ മുസ്ലിങ്ങളെ പോയിട്ട് അവരുടെ നേതാവ് അതും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ വെച്ചിട്ട് കൊള്ളക്കാരനാണ്, ബലാത്സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വെറുതെ വിടില്ല. ഞാനങ്ങ് പോയി ചൊറിഞ്ഞതാണ്. എന്നിട്ടും അവരെന്നെ ദ്രോഹിച്ചില്ല. അവരെന്നെ വളരെ സ്നേഹത്തോടെ നിസാം പെട്രോളിൽ കയറ്റി. ചെറിയ വണ്ടിയൊന്നുമല്ല, നിസാം പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഡംബര വണ്ടിയാണ്. ആ ആഡംബര വണ്ടിയിൽ എന്നെ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മരുഭൂമി ഒന്നുമല്ല, അവിടെയൊക്കെ AC ഒക്കെ ഉള്ള അടിപൊളി ഓഫീസുകളാണ് അതൊക്കെ. അവിടെ കൊണ്ടുപോയിട്ട് എന്നെ അടിപൊളി സോഫയിലിരുത്തി. അത് കഴിഞ്ഞിട്ട് എന്നെ AC ഉള്ള ജയിലിനകത്ത് കൊണ്ടുപോയി അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് സർവ്വ സ്വാതന്ത്ര്യം എനിക്ക് അവർ ജയിലിനകത്ത് നൽകി. ഫ്രീ ഭക്ഷണം, താമസം, എനിക്കൊന്നിനെ പറ്റിയിട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ ജയിലിനകത്ത് എനിക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ എന്നെ അവർ 686 ദിവസം സ്നേഹിച്ചു. അവരെനിക്ക് ഭക്ഷണം തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല. പുറത്ത് ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ടേ? AC-ക്ക് പൈസ കൊടുക്കണ്ടേ? വെള്ളത്തിന് പൈസ കൊടുക്കണ്ടേ? എല്ലാ ദിവസവും ഉച്ചക്ക് നോൺ വെജ് ഉണ്ടാകും. 4 ദിവസം ചിക്കൻ, ഒരു ദിവസം മീൻ, ഒരു ദിവസം ബീഫ്, ഒരു ദിവസം സോസേജ് ഉള്ള പച്ചക്കറി. ഇങ്ങനെയെല്ലാം എനിക്ക് അവർ സഹായം ചെയ്തു. ജയിലിനകത്ത് എനിക്ക് കിടക്കാനും ഉറങ്ങാനും. ജയിലിനകത്ത് വന്നിട്ട് പോലീസുകാർ നിയന്ത്രിക്കുക ഒന്നുമില്ല. ജയിലിനകത്ത് എൻ്റെ പരമാധികാരമാണ്. ആ സെല്ലിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എന്നോട് ആരും പറയാറില്ല. അവിടെ എനിക്ക് എന്ത് വേണമെങ്കിലും സെല്ലിനകത്ത് ചെയ്യാം. അത്രക്കും സ്വാതന്ത്ര്യം. ഇതൊക്കെ തന്ന ദുബൈക്കാരോട്, അല്ലെങ്കിൽ അതിനൊക്കെ കാരണക്കാരായ KMCC-ക്കാർ, മുസ്ലിങ്ങൾ, ഇവരോടൊക്കെ എനിക്ക് വെറുപ്പ് തോന്നേണ്ട കാര്യം എന്താണ്? ഇവരെൻ്റെ ബിസിനസ് നശിപ്പിച്ചു, എന്നെ അവിടെ നിന്ന് കയറ്റി വിട്ടെന്നൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞാനത് ചൊറിഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മുസ്ലിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. മാപ്പ്. ഇനി ഞാൻ തൗബ ചെയ്ത് ജീവിച്ചോളാം. അല്ലാ, എൻ്റെ കുറ്റങ്ങളൊക്കെ നീ പൊറുക്കണേ. ഇത്രയും നല്ല മുസ്ലിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചതിൽ ഖേദിക്കുകയാണ്. മുസ്ലിങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് എസൻസുകാരുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നല്ലോ. ഗസയിൽ ഇസ്രായേലികൾ പാലസ്തീനികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഗസക്കകത്ത് പാലസ്തീനികൾക്ക് പരമാധികാരമുണ്ട്. അതിനുള്ളിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. എന്തിനാ പുറത്തു പോകുന്നത്? എല്ലാ സൗകര്യങ്ങളും അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ടല്ലോ. എയർപോർട്ട്, പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് അവർക്ക്? കുറച്ചാളുകൾ പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞപ്പോൾ ചൊറിഞ്ഞതും ചൊറിയാത്തവരുമായ എല്ലാവരെയും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചു. എലിയെ പിടിച്ചെല്ലാം ചുട്ടു. അതും ഗസക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് പുതിയ വീട് നാട്ടുകാരെ കെട്ടിക്കൊടുക്കുമല്ലോ. എന്തിനാ പഴയ വീട്ടിൽ കിടന്ന് നരകിക്കണം? 18,000 കുട്ടികളെ കൊന്നു. അതും നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്തിനിങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കണം? അതിനു മുന്നേ തന്നെ അവർ മരിച്ചല്ലോ. ഗസക്കാരെ ഭക്ഷണവും സൗകര്യവും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഇസ്രായേലികൾ നല്ലവരാണ്. എന്നെ 686 ദിവസം ദുബായ് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്നെ തീറ്റിപ്പോറ്റിയ മുസ്ലിങ്ങളും നല്ലവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാഹ് വഅഷ്ഹദു അന്ന വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.